ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ അതിൻ്റെ പൊടി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം. പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്ന അരി നവനരിയാണ്. ഇത് കിലോ 90 രൂപയാണ് കേട്ടോ ഈ അരിക്ക് വില. ഞങ്ങൾ ചാവക്കാട് എങ്ങനെയാണ്, നിങ്ങളവിടെ നിന്ന് എനിക്ക് എത്രയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കമൻറ്റ് പറയാം എത്രയാണ് നിങ്ങളവിടെ ഈ അരിക്ക എന്നുള്ളത്. അപ്പോൾ ഈ 2 ഐറ്റം വെച്ചിട്ട് നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം. ഞാൻ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരി, പിന്നെ ഉലുവ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഉലുവപ്പൊടിയൊക്കെ ആ പാക്കറ്റ് പൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 2 മണി ഉലുവ ഇതിലേക്ക് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ വേവിച്ച അരിയിലേക്ക് നമുക്ക് അരപ്പ്, അതായത് തേങ്ങ, ജീരകം, നല്ല ജീരകം കേട്ടോ, നല്ല ജീരകം, തേങ്ങ, ഉള്ളി, ആ 3 കൂടിയിട്ട് അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഇതാ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, അത് മെയിനാണ്. മഞ്ഞൾപ്പൊടി ഇടണം. ഉപ്പ് നിങ്ങളെ പാകത്തിന് ഇടണം കേട്ടോ. ഉപ്പ് ഇനി നമുക്ക് അടുപ്പത്തിടാം വെക്കാം. ഉപ്പ് ഇച്ചിരി കൂടിയും കുറവുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കഞ്ഞിപ്പൊടിയുടെ മരുന്ന് കഞ്ഞിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് മതി, അധികം ഇടാൻ പാടില്ല. ഇതിൽ ഒരാൾക്ക് 50 ഗ്രാം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എളുപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു കർക്കിടക കഞ്ഞിയാണ് കേട്ടത്. ഇതിൻ്റെ ഒരു 7 ദിവസം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, കണക്കുണ്ട് ഈ കഞ്ഞി കുടിക്കുന്നതിന് കേട്ടോ. അപ്പോൾ 7 ദിവസം ആണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ 7 ദിവസം കർക്കിടക കഞ്ഞി കുടിച്ച് ഉഷാറായിട്ട് വരാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഈ കഞ്ഞിക്ക് നെയ്യിൽ, നല്ല ഒറിജിനൽ പശു നെയ്യ്, അത് നമുക്ക് തൂമിച്ചിട്ട് ഒഴിക്കുക. ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഓവറാക്കുന്നില്ല, സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അതൊന്നും ചെയ്യണില്ല. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അതിന് ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കർക്കിടക കഞ്ഞി കുടിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.